ഹലോ, മൈസെൽഫ് ഫഹീം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ബ്രില്യൻറ്റിലെ മെറ്റീരിയൽസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താനും പിന്നെ ഞാൻ ഏതൊക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്തത് എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് പറയാനാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ബ്രില്യൻറ്റിലെ മെറ്റീരിയൽസും ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. കാരണം കുറേ ഫാക്കൽറ്റീസും എല്ലാവരും മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ഇത് 2025 നീറ്റിനുള്ള മെറ്റീരിയൽസ് ആയിരുന്നു റിപ്പീറ്റേഴ്സിന്. ഇത് ഓരോ കൊല്ലം മാറും. അതിന്റെ മുന്നത്തെ കൊല്ലം ഇങ്ങനെ ക്വസ്റ്റ്യനൊക്കെ കുറെ മാറ്റം ഉണ്ടായിരുന്നു. വർക്ക് ബുക്കിലാണെങ്കിലും എന്തിലാണെങ്കിലും കുറെ മാറ്റം ഉണ്ടായിരുന്നു. ഇക്കൊല്ലം മാറിയിട്ടുണ്ടാവും. ഫസ്റ്റ് നമുക്ക് പറയേണ്ടത് വർക്ക് ബുക്കാണ്. വർക്ക് ബുക്ക് എല്ലാവർക്കും അറിയണ്ടാവും. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബ്രില്യൻറ്റിൽ എല്ലാവരും ചെയ്യുന്ന ഒരു സംഭവമാണ് വർക്ക് ബുക്ക്. അപ്പോൾ ഇതൊരിക്കലും ചെയ്യാതിരിക്കരുത്. ഇതെല്ലാവരും ചെയ്യണം. ഇത് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ചാപ്റ്ററിന് 100 ക്വസ്റ്റ്യനും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാ ഭാഗവും ടച്ച് ചെയ്തുകൊണ്ട് ഒരു ചാപ്റ്ററിൻ്റെ എല്ലാ വർക്കും മൂല്യമൊക്കെ ടച്ച് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഭയങ്കര കൺസെപ്ഷ്യലി എല്ലാം അത്യാവശ്യം തറവാക്കുന്ന ഒരു ലെവല് ക്വസ്റ്റ്യനാണ് ഇത്. ചിലപ്പോൾ ഇത് മാത്രം ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ല റാങ്കോ മാർക്കോ കിട്ടാനുള്ള ചാൻസ്, നല്ല മനസ്സിലാക്കി ചെയ്താൽ. അപ്പോൾ ഇത് എന്തോന്നാലും ചെയ്യണം. ഇതൊരിക്കലും മാർക്ക് ചെയ്ത് എല്ലാവരും ചെയ്യുന്നതാണ്. ബ്രില്യൻറ്റിൽ എല്ലാവരും ചെയ്യുന്നതാണ്. അത്യാവശ്യം കൺസെപ്ഷ്യലി ഒക്കെ നമുക്ക് തറവാക്കുന്ന ഒരു സംഭവമാണ് വർക്ക് ബുക്ക്. അപ്പോൾ അത് 3 വിഷയത്തിനുണ്ട്: ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഒരു പാർട്ടിനെ ഉള്ളൂ, ഒറ്റ പാർട്ടായിട്ട് തന്നെയാണ് ഉള്ളത്. പിന്നെ ഉള്ളത് സ്റ്റഡി മെറ്റീരിയൽ. ഇത് ക്ലാസ്സിന് സാർമാർ തന്നെ ചെയ്യുന്നതാണ്. സാർമാർ തന്നെ സോൾവ് ചെയ്തിട്ട് കാണിച്ചത്. ഒരു ചാപ്റ്ററിന് ഒരു 30 ഒക്കെ ആവറേജ് ആയിട്ടാണ് ഉണ്ടാവാറ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ലെവല് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അത്യാവശ്യം കൺസെപ്ഷ്യലി മനസ്സിലാവുന്നതും, പക്ഷെ എന്നാലും അതിൻ്റെ മുന്നത്തെ കൊല്ലത്ത് അത്ര ലെവലൊന്നുമില്ല. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല, സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതും എന്തായാലും ചെയ്യണം. അത്യാവശ്യം വർക്ക് മൂല്യമൊക്കെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകുന്ന ഒരു ലെവലാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളത്. ഇതൊക്കെ നമുക്ക് റിവൈസ് ചെയ്യാനൊക്കെ പെട്ടെന്ന്. ഇപ്പോൾ നമുക്ക് ഇത് ഓടിച്ച് പോകണമെങ്കിലൊക്കെ നമുക്ക് വേണമെങ്കിൽ വീഡിയോസ് ഉണ്ടാവും. വീഡിയോസിൽ ഓരോ ക്ലാസ് ഉണ്ടാവും, ഓരോ ചാപ്റ്ററിൻ്റെ ലാസ്റ്റിൽ ഇതൊക്കെ സോൾവ് ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ 3x ഇട്ട് കണ്ടാൽ ഭയങ്കര പെട്ടെന്ന് ഒരു ചാപ്റ്ററിൻ്റെ ഒരു 30-40 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റിവൈസ് ചെയ്ത് പോയ ഫീലും ഉണ്ടാവും. അപ്പോൾ ഇത് ഞാൻ അങ്ങനെയായിരുന്നു മെയിൻലി യൂസ് ചെയ്തത്. ഞാൻ അങ്ങനെ ചെയ്ത് നോക്കല്ല. ഞാനിങ്ങനെ ജസ്റ്റ് ക്ലാസ് ഇങ്ങനെ ഇട്ടിട്ട് 3x ഇട്ട് കാണും. അപ്പോൾ പെട്ടെന്ന് തീരും ചെയ്യും. നമുക്കൊരു ചാപ്റ്റർ എല്ലാ ഒരുവിധം ക്വസ്റ്റ്യനൊക്കെ ചെയ്തൊരു ഫീലും ഉണ്ടാവും. ഇത് ഭയങ്കര റീഫ്രഷ്മെൻറ്റിന് നല്ലതാണ് ഇത് എൻ്റെ ക്ലാസ് കാണുന്നത്. അപ്പോൾ എന്തായാലും ഇത് കണ്ടുപോകണം ഇതിലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ. പിന്നെ അസേഷൻ റീസൺ ആണ്. അസേഷൻ റീസണും ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഇത് കുറേ ആൾക്കാരൊന്നും ചെയ്യാറില്ല. അത് കുറച്ച് ടൈം അത്യാവശ്യം കൺസ്യൂമിങ് ആണ്. ചില ക്വസ്റ്റ്യനൊന്നും നമുക്ക് മനസ്സിലാവില്ല. കുറച്ച് ഹൈ ലെവലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കൺസെപ്റ്റാണ് മെയിൻലി ഉള്ളത്. അസേഷൻ റീസൺ അറിയാലോ, കൺസെപ്ഷ്യലി അത്യാവശ്യം നല്ല നോളജ് വേണം, എന്നാലേ അസേഷൻ റീസൺ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ കൺസെപ്ഷ്യലി തന്നെ ഇതാ അറിയണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സംഭവമാണ്. എനിക്ക് ഫിസിക്സ് ഒക്കെ കൺസെപ്ഷ്യലി ഇങ്ങനെ അത്യാവശ്യം വീക്കായിട്ടുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ ഞാൻ ഫിസിക്സൊക്കെ എല്ലാ ചാപ്റ്ററും ഒരുവിധം കുറേ ചാപ്റ്ററൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ചെയ്യില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വായിച്ചിങ്ങനെ പോകും. എന്നിട്ടിങ്ങനെ അതിൻ്റെ ആൻസർ ബാക്കിൽ നോക്കും. എന്നിട്ടിങ്ങനെ വായിച്ചിങ്ങനെ പോരാണ് പതിവ്. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ ഇത് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടൊക്കെ നമുക്കിങ്ങനെ പഠിക്കാൻ കഴിയും. നല്ല ഹെൽപ്ഫുള്ളാണ്. ഇത് കുറേ ആൾക്കാരൊന്നും ചെയ്യുന്നത് കാണാറില്ല. ഞാൻ കുറച്ച് ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ടുള്ളൂ അസേഷൻ റീസണൊക്കെ. അതിന് മാത്രമേ ഉള്ളൂ കാര്യം. കാരണം നമുക്ക് വേറെയുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഞാൻ തീരെ ഇത് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഒരു പകുതിയൊക്കെ എത്തിയപ്പോഴാണ് ഇത് ഞാൻ ചെയ്യുന്നത്. നല്ല ഹെൽപ്ഫുള്ളാണ്. ഒന്ന് കഴിയുകയാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഹെൽപ്ഫുൾ ആണെങ്കിൽ എന്തായാലും ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ പറയേണ്ടത് സ്റ്റഡി പാക്കേജാണ്. സ്റ്റഡി പാക്കേജ് കുറേ ആൾക്കാരൊക്കെ ചെയ്യുന്നതാണ്. അതിൽ നോട്ട് ഉണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. നോട്ടൊന്നും അധികം ആൾക്കാരൊന്നും വായിക്കാറില്ല, റെഫർ ചെയ്യാത്ത സംഭവമാണ്. പക്ഷേ അതിലത്തെ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ആണ്. അത്യാവശ്യം നല്ല ലെവല്, ചില ചാപ്റ്ററൊക്കെ അത്യാവശ്യം നല്ല ലെവല് കൂടിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്നും ചിലതൊന്നും ചെയ്താലേ കിട്ടില്ല. ചിലപ്പോൾ നമുക്ക് നല്ല കൺസെപ്ഷ്യലി നല്ല നോളജ് ഉണ്ടാക്കി തരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ ഡൗട്ടൊക്കെ ഉണ്ടാവും. അതൊക്കെ ക്ലിയർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളത് ഇതിലാണ് തോന്നിയിട്ടുണ്ട്. സ്റ്റഡി പാക്കേജ് ഞാൻ എന്തായാലും ചെയ്യുന്നതാണ്. ഏകദേശം ഒരുവിധം ചാപ്റ്ററൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് സ്റ്റഡി പാക്കേജ്. അപ്പോൾ അതെന്തായാലും ട്രൈ ചെയ്യണം. പിന്നെ പറയുന്നത് പ്രീവിയസ് ഇയർ ഞാൻ ചെയ്തിട്ടില്ല. ആകെ 1-2 ചാപ്റ്ററൊക്കെ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ റിപ്പീറ്റിംഗ് ടൈമിൽ പ്രീവിയസ് ഇയർ മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എൻ്റെ ഒരു MPGൻ്റെ 2016-17 എഡിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം ഇത്ര കട്ടിയൊക്കെ ഉണ്ടായിട്ട് ഓരോ ഇതിലും ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ഞാൻ അത്യാവശ്യം പ്രീവിയസ് ഇയർ അങ്ങനെ ഞാൻ ചെയ്തതാണ്. അപ്പോൾ അതിൽ നീറ്റ് മാത്രമല്ല, അത്യാവശ്യം JEE പിന്നെ പഴയ കുറേ ക്വസ്റ്റ്യൻസൊക്കെ അത്യാവശ്യം ഉണ്ട്. അത്യാവശ്യം നല്ല ബുക്കായിരുന്നു. പിന്നെ വേറെ ലൈബ്രറിയിൽ ഒന്നും കിട്ടിയിട്ടില്ല.
അത് എവിടെയും വാങ്ങാൻ കിട്ടുകയാണെങ്കിലൊക്കെ ഒന്ന് ട്രൈ ചെയ്യേണ്ടി. അത്യാവശ്യം നല്ല ഒരു ബുക്കായിരുന്നു, എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്കായിരുന്നു. കൺസെപ്ഷൻ ഇങ്ങനെ ജസ്റ്റ് ബേസ് ലെവലിനെ തുടങ്ങുമ്പോൾ അങ്ങനത്തെ ഒരു ബുക്കായിരുന്നു. കുറേ ആൾക്കാരെ അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ റിപ്പീറ്റ് ചെയ്തപ്പോൾ. അപ്പോൾ അത് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇത് അത്യാവശ്യം കുഴപ്പമില്ല, നമ്മളെ നീറ്റിൻ്റെ പ്രീവിയസ് ഇയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനേ ഉള്ളൂ. നമുക്ക് അധിക ക്വസ്റ്റ്യനും നമ്മൾ കണ്ടതും അവർക്ക് വരുന്നതൊക്കെ തന്നെ ആയിരിക്കും. അവിടുത്തെ ബ്രില്യനിലെ ക്വസ്റ്റ്യൻ പേപ്പറും ആ ഒരു എക്സാമിനൊക്കെ വരുന്ന പ്രീവിയസ് ഇയർ ഒരുവിധം ക്വസ്റ്റ്യൻസൊക്കെ എക്സാമിനൊക്കെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ ഇടും. അപ്പോൾ നമ്മൾ എന്തായാലും കണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ആയിരിക്കും ഇതിലുള്ളത്. അപ്പോൾ ഞാൻ ഇതിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല ഇതിന്. ചില ആൾക്കാർ കുറേ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഈ 1-2 ചാപ്റ്ററൊക്കെ ചെയ്ത് വെക്കുക, എന്നിട്ട് ഇഷ്ടമാവണമെങ്കിൽ പിന്നെ കൂടുതൽ ചെയ്യുക എന്നുള്ള രീതിയിൽ നിൽക്കുക. പിന്നെ പറയേണ്ടത് നോട്ടാണ്, ലെക്ചർ നോട്ട് കുറച്ച് ആൾക്കാരൊക്കെ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാനും അത്യാവശ്യം കുറേ ആൾക്കാർ യൂസ് ചെയ്യാത്ത തന്നെയാണ്. കാരണം അങ്ങനെ ഇത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. നമുക്ക് പിന്നെ നോട്ട് ഉണ്ട്, അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ആവശ്യം നമുക്ക് തീരെ ഇല്ല. അതാണ്. പിന്നെ ഇതിന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം ബയോളജിൻ്റെ ഫാമിലിക്കൊക്കെ ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് അത് മാത്രം നോക്കുകയായിരുന്നു. അതുപോലെ തന്നെ കെമിസ്ട്രിൻ്റെ ഇതും പ്രാക്ടിക്കലിൻ്റെ അത് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാനിങ്ങനെ അത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് വെക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്നിട്ട് 5 മിനിറ്റ് കൊണ്ടൊക്കെ ഞാൻ റിവൈസ് ചെയ്ത് പോകാറുണ്ട്. കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞേക്കാറുണ്ട് ഇങ്ങനെ കുറേ ടൈം എടുക്കുന്നത് കെമിസ്ട്രിൻ്റെ പ്രാക്ടിക്കൽ പഠിക്കാനാണ് നമ്മൾ, എന്നിട്ടാണ് ഈ പഠിച്ചിട്ടൊക്കെ കിട്ടൂല ക്വസ്റ്റ്യൻ വരുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ ലെവലൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഇത് സിമ്പിളായിട്ട് ആ ഒരു നോട്ടിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ട് അത് പിന്നെ റിവൈസ് ചെയ്യുമ്പോൾ അണ്ടർലൈൻ ചെയ്ത് വെച്ച കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് ഓടിച്ച് വിട്ടാൽ മതി. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെയായിരുന്നു ഞാൻ ട്രൈ ചെയ്തത്, എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പക്ഷെ എന്നാലും ഇടയ്ക്ക് ചില ക്വസ്റ്റ്യനൊന്നും കിട്ടൂല. അപ്പോൾ നമ്മൾ അത് എക്സ്ട്രാ എഴുതി വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഭയങ്കര ടൈം നമുക്ക് ലാഭിക്കാം എന്നുള്ളതുണ്ട്. പിന്നെ പറയേണ്ടത് ബ്രെയിൻ പോയിൻ്ററാണ്. ബ്രെയിൻ പോയിൻ്ററൊക്കെ കുറേ ആൾക്കാർ ലാസ്റ്റൊക്കെ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഷോർട്ട് നോട്ടൊന്നും ഇല്ലാത്ത കുറേ ആൾക്കാരാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിത് തീരെ യൂസ് ചെയ്യാത്ത സംഭവമാണ് ബ്രെയിൻ പോയിൻ്റർ. അപ്പോൾ അത് ചില ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും, അറിയില്ല. അങ്ങനെ എക്സാമിൻ്റെ ആ ടൈമിലൊക്കെ മോഡൽ എക്സാമിൻ്റെ ടൈമിലൊക്കെ കുറേ ആൾക്കാർ ഇരുന്ന് റിവൈസ് ചെയ്യുന്നതൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യുക. പിന്നെ ഈ ഷോർട്ട് നോട്ടിൻ്റെ അത്രയൊന്നും അത്ര വരില്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം അത്യാവശ്യം കുറച്ച് പേജൊക്കെ ഉണ്ട്. ഷോർട്ട് നോട്ടാണെങ്കിൽ ഒരു 2 ഭാഗം കൊണ്ട് നമുക്കിങ്ങനെ പെട്ടെന്ന് ഓടിച്ചു വിട്ട് നമുക്ക് തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് അത്രയൊന്നും അല്ല ഉള്ളത്, കുറച്ചുപാടി ഉണ്ട്. പക്ഷെ എന്നാലും ഹെൽപ്ഫുൾ ആണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രങ്ങാനും മെറ്റീരിയൽസ് ഉണ്ട്, എല്ലുംപാടി ഒന്നും ചെയ്ത് തീർക്കാൻ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞോളൊന്നുമില്ല. പക്ഷെ എന്നാലും ട്രൈ ചെയ്താൽ ഏകദേശം കുറേയൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ മെറ്റീരിയൽസിലേക്കൊന്നും പോകാനുള്ള ടൈം നമുക്ക് കിട്ടൂല. അതിന് മാത്രം ടൈമേ നമുക്ക് ഉണ്ടാവുള്ളൂ റിപ്പീറ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഇതൊക്കെ മാക്സിമം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഇത് 2ാമതും 3ാമതും ചെയ്യാൻ ടൈം കിട്ടിക്കോണം എന്നില്ല. നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഒരു വട്ടം ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെ ചെയ്യുക. നമുക്ക് ചില ക്വസ്റ്റ്യൻസ് മനസ്സിലാവില്ല, അപ്പോൾ നമ്മൾ റൗണ്ട് ഇട്ട് പോവുക. പിന്നെ ആടെയും ചോദിക്കാൻ കഴിയുകയാണെങ്കിൽ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക, ക്ലിയർ ചെയ്യുക എന്നുള്ള രൂപത്തിൽ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.